ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡ് സീസൺ 2 ആണ് കേട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലീസ് ബി മാരീഡ് ഫസ്റ്റ് ഇതിൽ വന്നിട്ട് നമുക്കറിയാതെ ലാസ്റ്റ് സീസണിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് അനൻ മിസ്സിങ് ആയിരുന്നു. അതിലായിരുന്നു നമ്മൾ ലാസ്റ്റ് സീസൺ വന്ന് അവസാനിച്ചത്. ഇന്നത്തെ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ അനൻ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വേലക്കാരി ആൻറ്റിയില്ല, അവരുടെ കൂടെ വരാനായിരുന്നു ഇരുന്നത്. പക്ഷേ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം, ഷിയാങ്കിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഓഡീഷൻ നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇവൻ ഒറ്റയ്ക്ക് വന്നേക്കും കേട്ടോ. അപ്പോൾ ഷിയാങ്കി ആൾറെഡി ടെൻഷനിലെടുക്കുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ ഷിയാങ്കി ഹാപ്പി ആവാം. എന്നിട്ട് ഇവർ നേരെ ചെല്ലുന്നത് ആ ഓഡീഷനാണ്. അപ്പോൾ ആ കൊച്ചുങ്ങളുടെ ആർട്ടിസ്റ്റിൻ്റെ ഓഡീഷനിൽ വന്നിട്ട് അവൻ പങ്കെടുത്ത് വരുന്ന സമയത്ത് ഡയറക്ടർ പുറത്തു വന്നിട്ട് പറയുകയാണ്, മോനെ നീ സൂപ്പറായിട്ട് അഭിനയിച്ചു, തിങ്കളാഴ്ച തൊട്ടാണ് നമ്മുടെ ഷൂട്ട് വന്നിട്ട് തുടങ്ങുന്നത്, അപ്പോൾ രണ്ടുപേരും അവിടെ വന്നേക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെയൊക്കെ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഷിയാങ്കി വന്നിട്ട് ആ ഡയറക്ടർ പോയി കഴിയുമ്പോൾ അനൻ്റെ അടുത്ത് പറയണേ, മോനെ നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തുവായാലും ഷെന്നിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലത് കിട്ടും, പപ്പ നിന്നെ ഇന്നേ വെറുതെ വിടുന്നു നോക്കണ്ട മോനെ വാ എന്ന് പറയുന്ന സമയത്ത് അവൻ പറയാം, ആ പപ്പയുടെ കാര്യമില്ല ഇതൊക്കെ നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി വീട്ടിൽ പോകണം. വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഷെന്നാണെങ്കിൽ ഭയങ്കര കലിപ്പി നിൽക്കും. കാരണം നമ്മുടെ എന്തൊക്കെ പറയാനും കുട്ടിച്ചെറുക്കം ചെയ്തത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. വീട്ടിൽ പറയാതെ അല്ലെങ്കിൽ കൂടെ വന്ന ആളെ കളഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോയത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ ഇവൻ പറയുകയാണ്, നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തുകൊണ്ട് നിനക്ക് ഇനി ഒരാഴ്ചക്ക് സ്നാക്സ് ഒന്നുമില്ല, അത് ഫുള്ള് ക്യാൻസലാക്കാൻ പോകാമെന്ന് പറയാം. അപ്പോൾ അനൻ പറയാണ്, സോറി പപ്പ ഞാൻ തെറ്റല്ലേ ചെയ്തതെന്ന് പറഞ്ഞാലും പറയാം, പറ്റത്തില്ല നീ ചെയ്തതിന് നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടിയേ പറ്റുമെന്നും പറഞ്ഞിട്ട് അവൻ്റെ സ്നാക്സ് എല്ലാം ക്യാൻസലാക്കാം. മാത്രമല്ല നമ്മുടെ ഷിയാങ്കി വന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് പറയാണ്, തിങ്കളാഴ്ച ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇനി തൊട്ട് ഞാൻ ചെറുക്കനും കൂടി അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നതെന്ന് പറയണം. അങ്ങനെ ആ മൺഡേ വന്നെത്തുക കേട്ടോ. അന്ന് ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഇവർ രണ്ടുപേർക്കും വന്നിട്ട് നമ്മുടെ മെങ്ങ് ഈ ഒരു എപ്പിസോഡിൽ മെങ്ങ് വന്നിട്ട് ഈ പെണ്ണാണ് കേട്ടോ, പുതിയ പെണ്ണ് ഇതാണ്. അപ്പോൾ മെങ്ങും അതുപോലെ തന്നെ ഷിയാങ്കിനെ അറിയാമല്ലോ, അവർ ഫ്രണ്ട്സാണ്, നാട്ടുകാരെ മുന്നിൽ അവർ ഫ്രണ്ട്സാണ്. പക്ഷേ റിയലി മെങ്ങ് വന്നിട്ട് ഷിയാങ്കി ചീറ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഷൂട്ടും കഴിഞ്ഞിട്ട് ഇവൾ വന്ന് നൈറ്റ് വന്നിട്ട് റൂമിലേക്ക് വരും. അപ്പോൾ അവർക്ക് വന്നിട്ട് ഓരോ റൂം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷൂട്ട് നടക്കുന്നതോടെ തന്നെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിളിങ്ങ് വരുന്ന സമയത്ത് കറക്റ്റ് വന്നിട്ട് ഇവിടെ ആരാണ്ട് പിടിച്ച് വാ പൊത്തു കേട്ടോ. അത് വേറെ ആരും ഷെന്നി വന്നിട്ട് ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അവൻ പറയാണ്, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്താൽ പറഞ്ഞിട്ട് ആ ഒരു ഹോട്ടൽ റൂമിൽ രണ്ടുപേരും കൂടി സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇവൻ വന്നിച്ചിട്ട് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ ഉണ്ടോ അവൻ അത് നോക്കുകയാണ്. പിറ്റേന്ന് ഷൂട്ടുള്ളതിൻ്റെ മറ്റേ സ്ക്രിപ്റ്റ് എല്ലാം വന്ന് ഷിയാങ്കി വായിക്കണം. ഷിയാങ്കി വായിച്ച് അവളങ്ങ് മയങ്ങി പോട്ടോ. അപ്പോൾ ഇവളൊന്ന് നോക്കിയിട്ട് ആലോചിക്കണ്ടേ, ഇവളെ കാണാൻ എന്തൊരു ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് ഇവളെ എടുത്തുകൊണ്ടേ കിടത്താൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവളെന്തൊക്കെയോ ഇവനെ പുകഴ്ത്തി ഉറക്കത്തെ സംസാരിക്കുക. അപ്പോൾ ഇവ ആലോചിക്കണ്ടേ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളവിടെ കിടത്തിയിട്ട് പോവാട്ടോ. ഇതേ സമയം കാണിക്കണം നമ്മൾ ഷിയാങ്കി വന്നിട്ട് നമ്മൾ ഷെന്നിൻ്റെ കമ്പനിയിൽ വരുന്നതിന് മുമ്പ് ഷെന്നിൻ്റെ അനിയൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഷെന്നിൻ്റെ പപ്പയ്ക്ക് വന്നിട്ട് വേറൊരു പെണ്ണിൽ ഉണ്ടായിട്ടുള്ള മോനുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് ആ കമ്പനിയിൽ തന്നെയാണ് മെങ്ങും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെങ്ങ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഷെന്നിൻ്റെ അനിയനെ കാണാനായിട്ട് പോയിക്കും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് സെഡ്യൂസ് ചെയ്യുന്ന പോലെ പോയിട്ട് പറയണം, ബോസ് നിങ്ങൾ വന്നിട്ട് ആക്ച്വലി ഷിയാങ്കി മെയിൻ റോൾ നിർത്തി കഴിഞ്ഞാൽ അവരുടെ കമ്പനിക്കായിരിക്കും കൂടുതൽ പ്രശസ്തി വരുന്നത്. പക്ഷേ പൈസ ഇറക്കുന്ന നമ്മളും പൈസ ഇറക്കുന്നുണ്ട്, അവരും പൈസ ഇറക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ചോദിക്കുന്ന സമയത്ത് ഇവനും സ്വയം ആലോചിക്കണം, ഷെന്നിൻ്റെ അനിയനും ആലോചിക്കണം. ആക്ച്വലി ഷെന്നിൻ്റെ അനിയനെയും നമ്മുടെ ഷെന്നിൻ്റെ അവൻ്റെ പപ്പയും ഇഷ്ടമല്ല, ഷെന്നിനും ഇഷ്ടമല്ല, ചേട്ടനായിട്ട് പോലും ഷെന്നിനെ ഇഷ്ടമല്ല. അവൻ എപ്പോഴും ഇവനെ നമ്മുടെ ഷെന്നിനെ നശിപ്പിക്കണം, അവൻ നശിച്ച് കാണണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവന് സ്വയമൊക്കെ ശരിയാണ്, മെയിൻ റോൾ ആരാണോ മീൻസ് ഷിയാങ്കി അല്ലേ, അപ്പോൾ അവൾ നിൽക്കുന്ന കമ്പനിക്കായിരിക്കും കൂടുതൽ പ്രശസ്തി വരുന്നത്. അപ്പോൾ അത് ശരിയാണെന്നുള്ള കാര്യം അവനും തോന്നുകയാണ്. അപ്പം ഇവൻ വന്നിട്ട് എങ്ങനെ എടുത്ത് പറഞ്ഞാൽ, ശരിയാണെന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ പറയണമെന്ന്. വേറെ ഒന്നുമില്ല, അവർ തെറ്റായ രീതിക്ക് പോകാനുള്ള പരിപാടിക്കാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത്, നമ്മൾ ഷിയാങ്കി അറിയുന്നത് കുറേ ഇവൾക്ക് വന്നിട്ട് ഇവളല്ലേ മെയിൻ റോള്. അപ്പോൾ അതിൻ്റെ കുറേ സീനുകൾ വന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഈ ദേഷ്യത്തിൽ വന്ന് ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഡയറക്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി എഴുതുന്ന ആളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ കഥ പോകേണ്ടതെന്ന്. അപ്പോൾ ഷിയാങ്കി ചോദിക്കണം, ശരി അങ്ങനെ അതൊക്കെ ഓക്കെ, പക്ഷേ ഞാനല്ലേ മെയിൻ റോള്, പിന്നെ നിങ്ങൾ ഈ സ്റ്റോറി വെച്ച് നോക്കിയാൽ സെക്കൻഡ് ലീഡാണ് മെങ്ങ്, അവളുടെ ഇതാണല്ലോ കൂടുതൽ ഇത് ലെവലിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഡയറക്ടർ പറയും, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തുവല്ല ഷൂട്ട് ആരാണോ സ്റ്റോറി റൈറ്റ് ചെയ്യണം അവർ ചെയ്യുന്ന പോലെയാന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഷിയാങ്കി ഒന്നും പറയുന്നില്ല കേട്ടോ. പ്രശ്നം ഇതല്ല, നമ്മുടെ അനൻ വന്നിട്ട് അതിനകത്തൊരു റോളില്ലേ, അപ്പോൾ അവൻ്റെ അടുത്ത് വിളിക്കുന്ന സമയത്ത് അവനും ഇത് അറിഞ്ഞുകൊണ്ട് അനൻ പോവത്തില്ല കേട്ടോ. ആദ്യം വന്ന് ഡയറക്ടർ വന്ന് വിളിക്കും, അത് കഴിഞ്ഞിട്ട് മെങ്ങ് വന്ന് വിളിച്ച് ജ്യൂസ് കൊടുക്കുക, അത് കൊടുക്കുക, ഐസ്ക്രീം കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് അനൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഷിയാങ്കിയുടെ അടുത്ത് ഷൂട്ടിന് വരാൻ പറയുന്ന സമയത്ത് ഷിയാങ്കി പറയണം, എൻ്റെ ഏജൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഏജൻറ്റിനെ കാണിക്കും കേട്ടോ.
അപ്പോൾ ഏജൻ്റ് അടുത്ത് തന്നെ പറയുകയാണെ, നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്ത് പറയണം പറ്റത്തില്ല, ഞങ്ങൾ ഷൂട്ടിന് വരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഡയറക്ടർ വേണം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ച സമയത്ത് എടുത്തോണേ ഏജൻറ്റ് പറയണം, അല്ല നിങ്ങൾ ഇട്ട കോൺട്രാക്റ്റ് പ്രകാരം ഷിയാങ്കിയാണ് മെയിൻ ലീഡ്, നിങ്ങൾ കോൺട്രാക്റ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കുള്ള കമ്പൻസേഷൻ തന്നേക്കെന്ന് പറയണം. അപ്പോൾ ആ കമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന സാലറിയുടെ എത്രയോ ഡബിളോ ട്രിപ്പിളോ ആണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അതിന് ഡയറക്ടർക്ക് മനസ്സിലാവണം ഈ കാര്യം ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ ഡയറക്ടർ വേണം ഓക്കെ പഴയ സ്ക്രിപ്റ്റ് എന്താണോ അതുപോലെ തന്നെ ഷോ നോക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവരെല്ലാം ഹാപ്പി ആവും കേട്ടോ. അങ്ങനെ ഷൂട്ടിൽ നടക്കും. അപ്പോൾ ആ ഷൂട്ടിൽ വന്നിട്ട് നമ്മുടെ ഷിയാങ്കിയുടെ അടുത്ത് ക്ലോസ് ആയി നിൽക്കുന്ന പോലത്തെ ഒരു സീൻ വരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നേരെ വന്നിട്ട് നമ്മുടെ അനൻ വന്ന് ഫോട്ടോ എടുക്കും കേട്ടോ. അപ്പോൾ ഏജൻറ്റ് സപ്പോർട്ട് ചെയ്യുകയാണ്, ഫോട്ടോ എടുക്കടാ, നീ അയച്ചു കൊടുക്കണ പപ്പയ്ക്ക്, പപ്പ ഇച്ചിരി പൊസസീവ് ആവട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഏജൻറ്റ് നിൽക്കുന്നത്. എന്നിട്ട് ഫോട്ടോ അയച്ചിരുന്ന സമയത്ത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷെന്നാണെങ്കിൽ കറക്റ്റ് വന്നൊരു മീറ്റിങ്ങിലാട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ടിരിക്കാൻ. ആ സമയത്ത് ഈ ഫോട്ടോ തന്നെ വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൻ്റെ മുഖമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വേറൊരു ലേഡിയാണ് അവിടെ നിന്ന് ഈ മീറ്റിങ്ങിനെല്ലാം വന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെന്നിൻ്റെ മുഖം വല്ലാതെ പോകുന്ന കണ്ടിട്ട് ആ ലേഡി ചോദിക്കണം എന്ത് പറ്റി, പ്രസൻറ്റേഷൻ ഇഷ്ടമായില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ ഷെന്നി പറയണം ഇല്ല പ്രസൻറ്റേഷനൊക്കെ എനിക്ക് ഇഷ്ടമായി, അത് വേറെ ഒന്നുമല്ല, എനിക്ക് ഇച്ചിരി അർജൻറ്റ് കാര്യമുണ്ട്. അവൻ പെട്ടെന്ന് നടന്ന് ഇറങ്ങും. കാരണം ഈ നമ്മുടെ ഷിയാങ്കിയുടെ അടുത്ത് മറ്റേ ചെറുക്കൻ ക്ലോസ് ആയി വരുന്ന പോലത്തെ ഒരു ഷൂട്ടാണല്ലോ. അപ്പോൾ അവനത് ഇഷ്ടമാവും ഇല്ലല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്ന് വെപ്രാളം വിട്ട് വരും കേട്ടോ. പിന്നെ വന്നിട്ട് കിസ് ചെയ്യാൻ എന്ന പോലത്തെ ഒരു സീനുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മൾ ഷെന്നി വന്നിരിക്കുന്നത്. അപ്പോൾ ഷെന്നിനെ കാണുമ്പോൾ നമ്മൾ ഷിയാങ്കിക്കാണെങ്കിൽ ഭയങ്കര നെർവസായിട്ട് അവൾ കറക്റ്റ് ഷൂട്ടിനൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് വന്നിട്ട് ആ നിൽക്കുന്ന കൂടെ വരയ്ക്കുന്ന ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, ആ ആക്ടർ പറയുകയാണ് അല്ല ഷിയാങ്കി നീ ഇങ്ങനെ നെർവസായാൽ എങ്ങനെ ശരിയാവും, നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്തും ഷിയാങ്കിയും കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഷെന്നി എന്ന് വെച്ചാൽ നേരെ ഇവരുടെ ആ ഒരു റൂം കൊടുത്തില്ലേ അവിടെ ചെന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങോട്ട് നമ്മുടെ അനനും പോവാണ് ഷിയാങ്കിയും പോവാണ്. അപ്പോൾ ഷിയാങ്കി ചെന്നിരുന്നോണ്ട് ഷെന്നി ചെയ്യുന്ന കാര്യം അറിയോ, അവൻ്റെ കയ്യിലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മറ്റേ ആക്ടർ അവളുടെ മുഖത്ത് എവിടെയൊക്കെ തൊട്ടോ അവിടെയൊക്കെ തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷിയാങ്കി ചോദിക്കണേ അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ ഇങ്ങനത്തെ ഇൻറ്റിമേറ്റ് സീൻസ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഡയറക്ടറിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞ സമയത്തും നമ്മൾ ഷെന്നി പറയണം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇത് വന്ന് ജസ്റ്റ് ഒരു ഷോ, ഇതൊന്നും നിൻ്റെ വർക്കിൻ്റെ പാർട്ട് മാത്രമാണ്. പക്ഷേ നീ അയാളെ പ്രൈവറ്റായിട്ട് പോയിട്ട് മീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇതായിരിക്കത്തില്ല രീതി എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഷിയാങ്കി പറയണം ഓക്കെ ഓക്കെ എനിക്ക് എല്ലാം മനസ്സിലായി, ഓക്കെ അല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഷെന്നി ഓക്കെ. അപ്പം ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ലേഡി വന്നിട്ട് പറയണം ഓക്കെ ഷൂട്ടിന് സമയം വരാൻ പറയാം. അപ്പോൾ ഷിയാങ്കി അവിടെ നിന്ന് വരും കേട്ടോ. ആ സമയത്ത് ഇവൾ കേൾക്കുവാണ് മെങ് വന്ന് ആരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഷിയാങ്കി ഇങ്ങനെ കാതോർത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവണം അത് വന്ന് ഷെന്നിൻ്റെ അനിയനാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന വെച്ചിട്ട് നമ്മൾ ഷിയാങ്കിക്ക് മനസ്സിലാവണം ഇവൾ വന്നിട്ട് ഷെന്നിൻ്റെ അനിയനെയും ലൈനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനെയും ലൈനാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടാണ് ഷിയാങ്കി ചെല്ലുന്നത്. ആ സമയത്ത് മെങ്ങിനെയും ഷൂട്ടിന് വിളിക്കുന്നതുകൊണ്ട് അവൾ ഫോൺ വന്നിട്ട് ആ ഷൂട്ട് ചെയ്യുന്ന ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് മെങ്ങ് പോവാട്ടോ. അപ്പോൾ ഷിയാങ്കി നേരെ വന്ന് ആ ഫോൺ എടുത്തിട്ട് നിനക്കൊരു നല്ല പണി തരാടിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അതിനകത്ത് നിന്ന് കയറി ആർക്കും എന്തോ ഒരു മെസ്സേജ് അയക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഷിയാങ്കി ആലോചിക്കുവാണ് ദൈവമേ ഇത് മതി നിനക്ക് നല്ലൊരു പണി തരാം, നീ എനിക്കിട്ട് നല്ല പണി പണിഞ്ഞല്ലേ, ഇപ്പം നിനക്ക് അതിനുള്ളതെല്ലാം തിരിച്ച് പേ ചെയ്യേണ്ട സമയമായി, അവിടെ നീ എല്ലാം വാങ്ങിച്ചു വെച്ചോ എന്നുള്ള രീതിക്കാണ് ആ മെസ്സേജ് എല്ലാം അയക്കുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഷൂട്ടിംഗ് ടൈം വരും. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൽ വന്നിട്ട് ഇവർ വഴക്കൂടുന്ന സീനാണെങ്കിൽ ഇവർക്ക് ആ ഒരു വാള് പോലെ സംഭവത്തിൽ ഇച്ചിരി അത് വെയിറ്റുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വായുവിൽ നിന്നിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റിങ്ങിൽ ഓരോ സ്ഥലത്തും ഓരോ ആക്ഷനൊക്കെ ഉണ്ട്. അപ്പം മെങ്ങ് മനഃപൂർവ്വം നമ്മുടെ ഷിയാങ്കിനെ വേദനിപ്പിക്കാനായിട്ട് തെറ്റായിട്ടുള്ള രീതിക്കാണ് ആ വാളെടുത്ത് അപ്പം നമ്മൾ ഷിയാങ്കിക്ക് നല്ലപോലെ പെയിൻ വരും കേട്ടോ. ഒന്നാമത്തെ തൊട്ട് അതുപോലെ ചെയ്തു, രണ്ടാമത്തെ തൊട്ട് അതുപോലെ ചെയ്തു. അപ്പോൾ ഷെന്നു അങ്ങോട്ട് വരുന്നു, ഡയറക്ടർ അങ്ങോട്ട് വരുന്നു. അപ്പം മെങ്ങ് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്ക് വന്നിട്ട് ഇച്ചിരി നെർവസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോയതാ, മറന്നുപോയതാ, സോറി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഷെന്നു പറയണം എന്തുവരെ ഷിയാങ്കിക്ക് വയ്യല്ല, അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷിയാങ്കി അവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ഷിയാങ്കിയൊക്കെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ചെന്ന് നോക്കുമ്പോൾ കാറിൽ അനനുണ്ട്. അപ്പോൾ അനൻ്റെ അടുത്ത് കയറി സംസാരിക്കുന്ന സമയത്ത് കറക്റ്റ് ഷെന്നു വന്നിട്ട് പറയണം വാ നമുക്ക് പോയാലെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഷിയാങ്കി പറയണം നിൽക്ക് പോകാൻ വരട്ടെ, നല്ലൊരു ഷോ നമ്മൾ മിസ്സാക്കിയിട്ട് പോയാൽ അത് ശരിയാവില്ലോ, ആ ഷോയും കൂടി കണ്ടിട്ട് പോകാമെന്ന് പറയണം. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.